സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നെടുമ്പ്രം ഗോസ്ബൽ സെൻറ്റർ സഭയിൽ നിങ്ങളോട് ഒരുമിച്ച് കഴിഞ്ഞ ആഴ്ചകളിലായിരിക്കാൻ ദൈവം കൃപ ചെയ്തു. ദൈവഹിതമായ ഈ ആഴ്ചയുടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരികെ ഫിലദൽഫിയയിലേക്ക് യാത്ര ചെയ്യുന്നു. എന്നോടൊപ്പം അൻസും ജോയാന മോളും ജോല മോളും ഞങ്ങൾക്ക് ഒരുമിച്ച് കുടുംബമായി വരുവാനിടയായി. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വളരെ കോട്ടയായിരുന്നു. ഞങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ദൈവമക്കൾ ഈ സഭയിൽ ചെറുപ്പം മുതൽ വളരെയധികം സ്നേഹം തന്ന് നിങ്ങൾ പ്രത്യേകിച്ച് ദൈവദാസന്മാരെ, ഇവിടെയുള്ള പാസ്റ്ററെ, കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവസഭ, പാസ്റ്ററെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവസഭ, അനുഗ്രഹീതമായ ദൈവമക്കളെ കൊണ്ട് ദൈവം നിറച്ചിരിക്കുന്ന ദൈവസഭ, ഒരു ദർശനത്തോടെ ഈ സഭ ആരംഭിപ്പാൻ കർത്താവ് പ്രിയഡാഴയ്ക്കും അമ്മയ്ക്കും കൃപ ചെയ്തു. 1000 കുടുംബങ്ങൾ, ക്രിസ്തുവിന് 1000 സുവിശേഷകർ ഇവിടെ നിന്ന് ഇത് ഒരു ദൈവിക ദർശനമെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് ദൈവത്താൽ വിളിക്കപ്പെട്ടവർ, അനുഗ്രഹീതരായ കർത്തൃദാസന്മാരെ ദൈവം നമ്മുടെ സഭയ്ക്ക് നൽകി. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പ്രിയ കൊച്ചോൻ പാസ്റ്റർ, പ്രിയ റോബിൻസൺ പാസ്റ്റർ, ബിൽസൺ പാസ്റ്റർ, എബിസൺ പാസ്റ്റർ, പ്രിയ ലാൽചാൻ പാസ്റ്റർ, അതേപോലെ അനുഗ്രഹീതരായ യൂണിറ്റ് ഉപദേശിമാർ, സഹോദരിമാർ, പ്രവർത്തകർ, PYPA ഭാരവാഹികൾ, സൺഡേ സ്കൂളിൻ്റെ അധ്യാപകർ, ചുമതല വഹിക്കുന്നവർ, ഇവിടെയുള്ള വിവിധ പ്രവർത്തനങ്ങൾ പങ്കെടുക്കുന്ന എല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെയുള്ള എല്ലാവരെയും ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം കണ്ടിരുന്നവരും വിളിച്ചവരും വേർതിരിച്ചവരുമാണ്. അനുഗ്രഹീതമായ ഗാനങ്ങൾ ആത്മാവിൻ്റെ നിറവിൽ പാടി കർത്താവിനെ ആരാധിപ്പാൻ, എല്ലാം മറന്ന് കർത്താവിനെ സ്തുതിപ്പാൻ, ഓരോ ആഴ്ചയിലും തിരുമേശയിൽ നിന്ന് പങ്കുചേരുവാൻ, എല്ലാ ഞായറാഴ്ചയും ഇവിടെ അനുഗ്രഹീതമായ തിരുവചനം പ്രസംഗിക്കുന്നത് കേൾപ്പാൻ, അതിൽ വിശ്വാസമുണ്ടാകുവാൻ, വളരുവാൻ, മാത്രമല്ല പ്രാർത്ഥനയിൽ പോരാടുവാൻ, ആത്മാവിൽ പോരാടുവാൻ, ദേശത്തെ പിടിച്ചടക്കുവാൻ ഒക്കെ ദൈവം കണ്ട് വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത്, ദൈവസഭയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ലോർഡ്, യു ആർ സോ ഗുഡ്. എത്ര നല്ലവനായ ദൈവത്തെ നാം സേവിക്കുന്നു, ആരാധിക്കുന്നു. അവൻ ദോഷമായിട്ടൊന്നും നമ്മോട് ചെയ്യാത്തവൻ, എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നവൻ. അവൻ്റെ പ്രവൃത്തികൾ എത്ര വലിയത്. ഹല്ലേലൂയ. എന്ന് വായിച്ച സങ്കീർത്തനം നാം കേട്ടതുപോലെ എല്ലാ ഇസ്രായേലും പറയേണ്ട കാര്യമാണ്. അഹ്റോൻ ഗ്രഹം പറയേണ്ട കാര്യമാണ്. അതെ, യഹോ ഭക്തർ പറയേണ്ട കാര്യമാണ്. ഇസ്രായേൽ മക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ പറയാനുള്ളത് അത്രയേ ഉള്ളൂ: നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. ദൈവം അതിമഹത്തായ ശുശ്രൂഷയ്ക്ക് വേണ്ടി കണ്ടിരിക്കുന്ന ദൈവസഭ അതിലേക്ക് ഒരുങ്ങി, അതിലേക്ക് മുന്നേറുവാൻ, പുതിയ ഒരു ടൈമിൽ, ഒരു സീസണിൽ, ഒരു ഡയമെൻഷനിലേക്ക്, പുതിയൊരു ലെവലിലേക്ക് ദൈവസഭ മുന്നേറുവാനായി ദൈവം തന്ന ഒരു ദർശനപ്രകാരം അടുത്ത ദിവസങ്ങളിൽ നാളെ മുതൽ ഇവിടെ വെച്ച് ഉപവാസവും പ്രാർത്ഥനയും നടക്കുന്നു. ആദ്യത്തെ 3 ദിവസത്തെ പ്രാർത്ഥന എല്ലാവരും വരുവാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് താല്പര്യമുള്ള, പ്രത്യേകിച്ച് സഭയുടെ വർക്കിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ദൈവദാസന്മാരും യൂണിറ്റ് പ്രവർത്തകരും, അതേപോലെ ഈ ദർശനത്തോട് നിങ്ങളുടെ മനസ്സിൽ ദൈവം കണക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ആഗ്രഹിക്കുന്നവരെ ഉദ്ദേശിച്ചാണ് ആദ്യത്തെ 3 ഡേയ്സ്. അതിനുശേഷം സഭയുടെ മാസത്തിൻ്റെ ആരംഭത്തിലുള്ള ഉപവാസ പ്രാർത്ഥന വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങൾ നടക്കുന്നു. ഈ പ്രാർത്ഥനയെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ പ്രേരിപ്പിക്കുന്ന അനുസരിച്ച് നിങ്ങളുടെ സമയവും സാവകാശവും വേർതിരിച്ച് നിങ്ങൾക്ക് വന്ന് സംബന്ധിക്കുവാൻ കഴിയുമെങ്കിൽ വന്ന് സംബന്ധിക്കുക. നിർബന്ധിച്ചല്ല, നിങ്ങളുടെ മനസ്സിൽ സ്വയമായി തോന്നി അതിനകത്ത് ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രേരണയുണ്ടെങ്കിൽ മാത്രം വരിക. എല്ലാവരെയും
അതിനകത്ത് നിങ്ങൾക്ക് ഒരു പക്ഷേ വരുവാൻ സാധിച്ചില്ല എന്നോർത്ത് വിഷമിക്കേണ്ട. ദൈവം തരുന്ന സാഹചര്യം അനുസരിച്ച് നിങ്ങൾക്ക് വന്ന് പങ്കെടുക്കുവാനായിട്ട് പ്രത്യേകമായി ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കായി 1 പത്രോസ് 2-ാം അധ്യായം 1 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതിനോട് അനുബന്ധിച്ച് ദൈവം നമ്മുടെ ഇടയിൽ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ വെച്ച് ഞാൻ ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുകയും ദൈവസഭയെ ഓർത്ത് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഇന്ന് വെള്ളപ്പൊക്കത്തിൻ്റെയും ഒക്കെ കെടുതിയുടെ നടുവിൽ ഇത്രയും പേർക്ക് അതിനെല്ലാം അവഗണിച്ച് ഇവിടെ വരുവാൻ ഇടയായല്ലോ. നിങ്ങളെ ഓർത്ത് ഞാൻ പ്രത്യേകമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ യാത്രകളെ ഓർത്തും പ്രാർത്ഥിക്കണമേ. 1 പത്രോസ് 2-ാം അധ്യായം അതിന് 1 മുതൽ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതുവും വ്യാജഭാവവും അസൂയയും എല്ലാം നുണയും നീക്കിക്കളഞ്ഞു. ദൈവം ഒരു ദർശനത്തിന് വേണ്ടി നമ്മെ കണ്ടിരിക്കുന്നെങ്കിൽ ആ ദർശനം എന്താണ്? ഇവിടെ പറഞ്ഞിരിക്കുന്ന സഭയുടെ ദർശനം 1000 കുടുംബങ്ങൾ, ക്രിസ്തുവിനെ 1000 സുവിശേഷകർ ഇവിടെ നിന്ന്. ആ ദർശനത്തിലേക്ക് നാം അടുത്തു വരുമ്പോൾ അതിൻ്റെ നമ്മുടെ ഐഡൻറ്റിറ്റിയായിട്ട് മാറുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നാണ് ഇതെല്ലാം നമുക്ക് ലഭിക്കുവാനിടയാകുന്നത്. The presence of God is what makes us unique and that becomes our identity. നമ്മുടെ ഐഡൻറ്റിറ്റിയായിട്ട് അത് മാറണം. എന്താണ്? നമ്മെ ദൈവം വിളിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നു? ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ക്യാരി ചെയ്യുന്നവരാകാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വഹിച്ചുകൊണ്ട് നടക്കുന്നവരായി തീരണം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വഹിച്ചുകൊണ്ട് നടക്കുവാൻ നാം ഒരുമിച്ച് കൂടി വരുമ്പോൾ, 2-3 പേർ നാമത്തിൽ കൂടി വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ദൈവത്തിൻ്റെ വലിയേറിയ സാന്നിധ്യം ഇറങ്ങി വരുന്നു. ദൈവസാന്നിധ്യം വഹിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ വലിയ ദൈവ പ്രസൻസ് ഉണ്ടാകുകയാണ്. ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത് ടു ബി കാരിയേഴ്സ് ഓഫ് ഗോഡ്സ് പ്രസൻസ്. ദൈവത്തിൻ്റെ സാന്നിധ്യം വഹിച്ചുകൊണ്ട് നടക്കുവാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മേൽ ഇറങ്ങി വസിക്കുവാൻ. പഴയ നിയമകാലത്ത് പെട്ടകത്തിൻ്റെ മേൽ ഷെഖീന ഗ്ലോറി ഇറങ്ങിയിരുന്നു. പെട്ടകത്തിൻ്റെ മേൽ ഇറങ്ങി നിന്ന ഷെഖീന ഗ്ലോറി എല്ലാവർക്കും കാണാമായിരുന്നു. അത് മോശയുടെ സമാഗമന കൂടാരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ പറയുന്നത്, ഞാൻ ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ പുതുക്കി പണിയുമെന്നാണ്. ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ സഭയിലാണ് അവൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ എന്തുകൊണ്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്? ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ദൈവം ആഗ്രഹിക്കാൻ കാരണമുണ്ട്. അതായിരുന്നില്ല ആദ്യത്തെ ആളെ. മോശയ്ക്ക് പർവ്വതത്തിൻ്റെ മുകളിൽ ദൈവം കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം പണിത ഒരു കൂടാരം ഉണ്ടായിരുന്നു. ദൈവം അതിനെ ആഗ്രഹിച്ചില്ല. അത് വീണ്ടും പണിയുമെന്ന് അവൻ ആഗ്രഹിച്ചില്ല. അതിനുശേഷം ശലോമോൻ വളരെ പ്രൗഢിയോടെ മനോഹരമായി വളരെ ചെലവഴിച്ച് പണിത ഒരാലയം ഉണ്ടായിരുന്നു. ദൈവം അതിനെ ആഗ്രഹിച്ചില്ല. അതിനെ വീണ്ടും പണിയുമെന്ന് ദൈവം പറഞ്ഞില്ല. മൂന്നാമതായി സെരുബാബേൽ, അവര് പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ പണിത ഒരു ആലയം ഉണ്ടായിരുന്നു. ദൈവം അതിനെ വീണ്ടും പണിയുമെന്ന് പറഞ്ഞില്ല. നാലാമതായി യേശു തന്നെ അറ്റൻഡ് ചെയ്ത ഹെരോദാവ് 40 വർഷം കൊണ്ട് പുതുക്കി പണിത ആലയം ഉണ്ടായിരുന്നു. കർത്താവ് അതിനെ ആഗ്രഹിച്ചില്ല. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെ മേൽ ഇറങ്ങി വന്ന് ഓരോരുത്തരും അവൻ്റെ ടെമ്പിളായി തീരുകയാണ്. ആ ഓരോരുത്തരുടെ മേലും ആ ഷെഖീന ഗ്ലോറി ഇറങ്ങി നിൽക്കുകയാണ്. അഗ്നി നാവ് പോലെ പിളർന്നിരിക്കുന്ന അതെ നാവുകളവർക്ക് പ്രത്യക്ഷമായി ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. ഓരോരുത്തരുടെ മേൽ നിങ്ങൾ ഓരോരുത്തരും അവൻ്റെ ഷെഖീന ഗ്ലോറി വഹിക്കുന്ന ആലയങ്ങളായി തീരുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന് ശേഷം വീണ്ടും 15-ാം അധ്യായത്തിൽ വരുമ്പോൾ പറയുകയാണ്, 2-ാം അധ്യായത്തിനും അപ്പുറമായിട്ടുള്ള ഒന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 2-ാം അധ്യായത്തിൽ നടന്നതിനും അപ്പുറമായിട്ടൊന്ന്. എന്താണ്? ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ പണിയണം. ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെക്കുറിച്ച് നമുക്കറിയാം. അത് സിയോനിലാണ് ദാവീദ് പണിതത്. യെരുസലേമിനകത്ത് 2 കുന്നുകളുണ്ട്. പ്രധാനമായ 2 കുന്നുകൾ. ഒന്ന് മോറിയ മല, 2 സിയോൻ മല. മോറിയ മലയിലാണ് യഹൂദന്മാരുടെ ദേവാലയം പണിതിരുന്നത്. മോറിയ മലയിലാണ് ശലോമോൻ്റെ ദേവാലയം ഉണ്ടായിരുന്നത്. മോറിയ മലയിലാണ് സെരുബാബേലിൻ്റെ ദേവാലയവും ഹെരോദാവിൻ്റെ ദേവാലയവും ഒക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ സിയോൻ മലയിലാണ് ദാവീദിൻ്റെ കൂടാരം ഉണ്ടായിരുന്നത്. എന്നോടൊപ്പം ഉണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ.
ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ദൈവം സഭയിൽ പണിയുവാൻ പോവുകയാണ്. ദാവീദിൻ്റെ വീണുപോയ കൂടാരം എന്ന് പറഞ്ഞാൽ അവിടെ മറ്റൊന്നുമില്ല. അപ്പുറത്ത് മോറിയാമലയിൽ അല്ലെങ്കിൽ അവിടെ മോശയുടെ ടാബർനാക്കിളിൽ അവിടെ പുരോഹിതന്മാർ യാഗം നടത്തുന്നുണ്ട്. അവിടെ കാഴ്ചയപ്പത്തിൻ്റെ മേശയുണ്ടായിരുന്നു, അവിടെ ധൂപം കാട്ടുന്നുണ്ടായിരുന്നു, അവിടെ നിലവിളക്ക് അണയാതെ കത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ഒരു കാര്യം മാത്രം അവിടെ ഇല്ലായിരുന്നു. എന്താ ഇല്ലായിരുന്നെന്ന് അറിയാമോ? അതിപരിശുദ്ധ സ്ഥലത്തിരിക്കേണ്ട മേഴ്സി സീറ്റ്, കൃപാസനം, അവിടെ ഇരിക്കേണ്ട ആർക്ക്, അവിടെ ഇരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കെരൂബുകളുടെ നടുവിൽ വസിക്കേണ്ട ദൈവസാന്നിധ്യത്തിന് ഇരിപ്പിടം ഒരുക്കിയിരിക്കുന്ന ആർക്ക് ഓഫ് കവനന്റ് അവിടെ ഇല്ല. എന്ത് പറ്റി ആർക്ക് ഓഫ് കവനന്റിന്? ഫെലിസ്ത്യർ ഏകദേശം 80 വർഷങ്ങൾക്ക് മുമ്പ് ഏലി പുരോഹിതന്റെ കാലത്ത് എന്ത് ചെയ്തു? പെട്ടകം പിടിച്ചുകൊണ്ടുപോയി അവർ ദാഗോന്റെ ക്ഷേത്രത്തിൽ വെച്ചു. 8 മാസം അവിടെ ഇരുന്നു. അതിനുശേഷം ദൈവത്തിന് ദൂതൻ ഇറങ്ങി. അവിടെ നിന്ന് അവർ ഫെലിസ്ത്യർ ഒരു കാളവണ്ടിയുടെ പുറത്ത് പശുവിനെയൊക്കെ കെട്ടി അതിൻ്റെ പുറത്ത് വെച്ച് തിരികെ ആർക്കിനെ ഈ ഇസ്രയേലിലേക്ക് മടക്കി അയക്കുന്നു. ശമൂവേലിൻ്റെ കാലത്ത് ഒരു ഭവനത്തിൽ അതിരുന്നു. ഏലിയുടെ കാലം കഴിഞ്ഞു. 40 വർഷം ശമൂവേൽ ഭരിച്ചു. ശമൂവേലിൻ്റെ കാലത്തിന് ശേഷം അനദർ 40 years, അടുത്ത 40 വർഷം ആര് ഭരിച്ചു രാജാവായിട്ട്? ഇസ്രായേലിൻ്റെ 1ാമത്തെ രാജാവായിരുന്ന ശൗൽ. അപ്പം 40 80 വർഷം പ്ലസ് ഏലിയുടെ സമയം പ്ലസ് ദാവീദ് രാജാവിൻ്റെ ആദ്യത്തെ വർഷങ്ങൾ എല്ലാം കൂടെ ഏകദേശം ഒരു ഓവർ 80 years. എന്തുമാത്രമില്ല, പെട്ടകം മാത്രം, നിയമപ്പെട്ടകം മാത്രം അതിപരിശുദ്ധ സ്ഥലത്തില്ല. പക്ഷെ എന്തെല്ലാം ഉണ്ട് അവിടെ? യാഗങ്ങളുണ്ട്, അവിടെ കാഴ്ചയപ്പത്തിൻ്റെ മേശയുണ്ട്, അവിടെ പുരോഹിതന്മാരുടെ ശുശ്രൂഷയുണ്ട്, അവിടെ ധൂപപീഠമുണ്ട്, അവിടെ നിലവിളക്കുണ്ട്, അവിടെ എല്ലാ ശുശ്രൂഷകളും ക്രമമായി നടക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിപരിശുദ്ധ സ്ഥലത്തിരിക്കേണ്ട ആർക്കും കവനിന് മാത്രമില്ല. അവിടെ ഉണ്ടാകേണ്ട ദൈവ തേജസ് ഇല്ല, അവിടെ ഇരിക്കേണ്ട ദൈവ സാന്നിധ്യമില്ല. ദൈവ സാന്നിധ്യമാണ് ആ ആലയത്തിൻ്റെ ഐഡന്റിറ്റി. ദൈവ സാന്നിധ്യം ഇരിക്കുന്നത് കൊണ്ടാണ് ആ ആലയത്തിൽ ശുശ്രൂഷ ഉണ്ടാകേണ്ടത്. ദൈവ സാന്നിധ്യമുള്ളതാണ് അതിനെ യുണീക്കാക്കി മാറ്റുന്നത്. എന്നാൽ വേണ്ടതില്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് അതിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനെ നടുവിൽ ഇറക്കി നിർത്തിക്കൊണ്ട് വേണം എല്ലാ ശുശ്രൂഷകളും നടക്കേണ്ടത്. ഹല്ലേലൂയ. ദാവീദ് രാജാവായി കഴിഞ്ഞപ്പോൾ ദാവീദിന്റെ മനസ്സിൽ ദൈവം കൊടുത്ത ആഗ്രഹപ്രകാരം ദാവീദ് അന്വേഷിക്കുകയാണ്, എവിടെയാണ് ആലയം, എവിടെയാണ് ഈ ആർക്ക് ഓഫ് ദ കവനന്റ് ഇരിക്കുന്നത്, എവിടെയാണ് നിയമപ്പെട്ടവർ ഇരിക്കുന്നത്? പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആദ്യം താൻ അതിനെ കൊണ്ടുവരുവാൻ നോക്കി. പക്ഷെ കൊണ്ടുവരാൻ സാധിച്ചില്ല. കാരണം എന്താണ്? ഉസ്സ അത് വ്യവസ്ഥ പ്രകാരമല്ല കൊണ്ടുവന്നത്. ഉസ്സ അവിടെ ന്യായവിധിയിൽ പെടുവാനിടയായി മരിച്ചുപോയി. രണ്ടാമത് 3 മാസത്തിന് ശേഷം വീണ്ടും ദാവീദ് പെട്ടകം കൊണ്ടിരിക്കുകയാണ്. പെട്ടകം കൊണ്ടുവരുമ്പോൾ പുരോഹിതന്മാർ ചുമലിലത് വഹിച്ചുകൊണ്ട് വരികയാണ്. രാജകീയ പുരോഹിത വർഗമേ, നീ ഞാനും ചുമലിൽ വഹിച്ചുകൊണ്ട് നടക്കുന്നതാണ് ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്. അതാണ് എൻ്റെയും നിങ്ങളുടെയും ഐഡൻറ്റിറ്റി. കർത്താവിൻ്റെ പെട്ടകം ചുമക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചതാണ് എനിക്ക് നിങ്ങൾക്കും ദൈവമക്കളായി തീരുവാനിടയത്. അത് തിരികെ കൊണ്ടുവരുമ്പോൾ ദാവീദ് എന്ത് ചെയ്തില്ലെന്നറിയാമോ? മോറിയ മലയിൽ കൊണ്ടുവന്നത് വെച്ചില്ല. മോശയുടെ കൂടാരത്തിൽ, സമാഗമന കൂടാരത്തിൽ അത് കൊണ്ടുവച്ചില്ല. പകരം ദാവീദ് പിടിച്ചെടുത്ത ഒരു പുതിയ മലയുണ്ടായിരുന്നു, സിയോൻ മല. മോറിയ മലയുടെ അക്രോസായി സ്ഥിതി ചെയ്യുന്ന സിയോൻ മലയിൽ അവിടെ ഒരു ടെൻ്റ് അടിച്ച് ആ കൂടാരത്തിനകത്തുകൊണ്ട് ഈ നിയമപ്പെട്ടകത്തെ വെക്കുകയാണ്. ഈ സിയോൻ മല എന്ന് പറഞ്ഞത് എന്താണ്? യോശുവ ഇസ്രായേൽ പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ, യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ആ രാജ്യങ്ങൾ മുഴുവൻ പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 7 ജാതികളെ ദൈവം നശിപ്പിക്കുവാൻ പറഞ്ഞു. 7 ജാതികൾ
അവരുടെ മേലുള്ള 7 മ്ലേച്ഛതകൾ, 7 പാപങ്ങൾ, അവർ നിൽക്കുന്ന 7, കാരണം ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് തികവുണ്ടായ ശേഷമാണ് അവരുടെ മേൽ ന്യായവിധി വന്നത്. അവരുടെ പാപങ്ങളെക്കുറിച്ച് ദൈവവചനത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതിലേറ്റവും അവസാനമായി ഉണ്ടായിരുന്ന ഗ്രൂപ്പ്, യോശുവ നശിപ്പിക്കാതെ വിട്ടേച്ചു പോയൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതാണ് യെബൂസ്യർ എന്ന് പറയുന്നത്. യെബൂസ്യരെ യോശുവ ഹാൻഡിൽ ചെയ്തില്ല. യെബൂസ്യർ അവിടെ നിന്നു. യെബൂസ്യരുടെ സ്ട്രോങ് ഹോൾഡ് ആയിരുന്നു സിയോൻ മല. യെബൂസ്യരുടെ സ്ട്രോങ് ഹോൾഡ് ആയിരുന്ന സിയോൻ മലയെ ദാവീദും അവൻ്റെ വീരന്മാരും കയറി അതിനെ പിടിച്ചെടുക്കുകയാണ്. അതിനെ പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴാണ് അവിടെ ദാവീദിൻ്റെ കോട്ട പണിയുന്നത്, അവിടെ അതിനെ ശക്തീകരിക്കുന്നതും അവിടെ തൻ്റെ വീടിനോട് ചേർന്ന് തന്നെ അവൻ ഈ ടെൻറ്റ് കൊണ്ടുവന്ന് പിച്ച് ചെയ്യുന്നതും. ഞാനും നിങ്ങളും എവിടെ താമസിക്കുന്നു അതിനോട് ചേർന്ന് തന്നെ ദൈവ സാന്നിധ്യത്തിന് നാം റൂം ഉണ്ടാക്കി കൊടുക്കണം. ഹല്ലേലൂയ. എവിടെ പള്ളിയിൽ മാത്രം ദൈവ സാന്നിധ്യം ഉണ്ടായ പോരാ, ഞായറാഴ്ച മാത്രം ദൈവഭക്തി ഉണ്ടായ പോരാ. എൻ്റെയും നിങ്ങളുടെയും വീട്ടിൽ നാം താമസിക്കുന്നതിനോട് ചേർന്ന് തന്നെ ദൈവത്തിൻ്റെ ആലയത്തിന് റൂം ഉണ്ടാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. യെബൂസ്യരുടെ പാപങ്ങൾ, യെബൂസ്യരുടെ പ്രധാന പാപം സഹോദരന്മാരുടെ ഇടയിൽ കലക്കം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. യെബൂസ്യരുടെ പാപങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ 1-ാം വാക്യത്തിൽ പത്രോസ് ലിസ്റ്റ് ചെയ്യുന്നത്. യെബൂസ്യരുടെ പാപങ്ങൾ പെട്ടത് എന്താണ്? സകല ദുഷ്ടത, ചതിവ്, വ്യാജഭാവം, അസൂയ, നുണകൾ. ഇത് ദൈവമക്കളെ കുറിച്ചുള്ളതല്ല. നമ്മൾ ഒരുപക്ഷെ വായിക്കുമ്പോൾ ചിന്തിക്കും ഇത് ഒരുപക്ഷെ രക്ഷിക്കപ്പെടാത്തവരെ ഉദ്ദേശിച്ച് എഴുതിയതാണോ? അല്ല, പത്രോസ് ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാർക്ക് എഴുതിയതാണ്. ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാരോട് പറയുകയാണ്, അല്പകാലം കഴിയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഈ കാര്യങ്ങൾ നമ്മുടെ അകത്ത് കയറാം, യെബൂസ്യ പാപങ്ങൾ നമ്മൾ വരാം. എന്നാൽ ദൈവത്തിൻ്റെ ആലയം സിയോനിൽ അവൻ അവിടെ ടാബർനാക്കിൾ അടിച്ച് അവിടെ ആർക്ക് ഓഫ് ദ കവനന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ദാവീദ് അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് അറിയാമോ? അവിടെ ഉണ്ടായിരുന്ന ദൈവ സാന്നിധ്യത്തെ, ദൈവ തേജസ്സിനെ ചുറ്റുമുള്ള ആളുകൾ കാണുകയും അവരെല്ലാം പിന്നെ ദാവീദിനുള്ള യുദ്ധങ്ങൾ ഒന്നും ചെയ്യാൻ വരാതെ ദൈവം ഈ ദൈവദാസന്റെ അടുക്കൽ ദൈവ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവവചനത്തിൽ പറയുന്നു, God gave rest to David from all of his enemies. അവന്റെ ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് ദൈവം ദാവീദിന് വിശ്രമം നൽകി. നിന്റെ ചുറ്റുമുള്ള ശത്രുക്കൾ കാണുക അവൻ നിനക്ക് മേശയൊരുക്കുമ്പോൾ ദൈവ സാന്നിധ്യം നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ ചുറ്റുമുള്ള ശത്രുക്കൾ അത് കണ്ടിട്ട് അവന് നിനക്ക് ദ്രോഹം ചെയ്യുവാൻ ഇനി വരികയില്ല, നിനക്ക് ദോഷം ചെയ്യുവാൻ വരികയില്ല. ആ ദൈവ സാന്നിധ്യത്തിൽ നിനക്ക് വിശ്രമം ലഭിക്കുവാനിടയാകും. ദൈവ സാന്നിധ്യത്തെ എനിക്ക് മടക്കി വേണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദാവീദിന്റെ വീണുപോയ കൂടാരം എനിക്ക് പണിയുവാൻ ഇടയാകണം. ദാവീദിന്റെ വീണുപോയ കൂടാരം എൻ്റെ വീടിനകത്ത് എനിക്ക് പണിയുവാൻ ഇടയാകണം. ദാവീദിന്റെ വീണുപോയ കൂടാരം എൻ്റെ കുടുംബത്തിനകത്ത് എനിക്ക് പണിയുവാൻ ഇടയാകണം. ദാവീദിന്റെ വീണുപോയ കൂടാരം ദൈവ സഭയ്ക്കകത്ത് എനിക്ക് പണിയുവാൻ ഇടയാകണം. അങ്ങനെ ഇടയാകണമെങ്കിൽ യെബൂസ്യ പാപങ്ങളെ നാം പിടിച്ചടക്കണം, അതിനെ തോൽപ്പിക്കണം. സകല ദുഷ്ടതയും എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പറയും, നമുക്കങ്ങനൊന്നുമില്ല, വേറെ ആരെങ്കിലും ഉദ്ദേശിച്ചായിരിക്കും. അല്ല, ദൈവവചനം പറയുന്നു, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. നമ്മുടെ അകത്ത് അവിശ്വാസത്തിൻ്റെ ചെറിയ ചെറിയ പോർഷൻസ് ഉണ്ടെങ്കിൽ, ദൈവത്തെ സംശയിക്കുകയും ദൈവത്തെ കുറ്റം പറയുകയും അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, അവിശ്വാസത്തിൻ്റെ ചില ദൈവം പറയുന്നതിനെ വിശ്വസിക്കാൻ കഴിയാതിരിക്കുന്ന തലങ്ങൾ നമ്മുടെ അകത്തുണ്ടെങ്കിൽ, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമ്മൾ അറിയാതെ കടന്നുകൂടും. ഇവിടെ പറയുന്നു, അങ്ങനെ ഉള്ളത് മാറ്റിക്കളയണം. യെബൂസ്യരുടെ പാപങ്ങളെ മാറ്റിക്കളഞ്ഞാൽ മാത്രമേ അവിടെ നമുക്ക് ദൈവത്തിന് വേണ്ടി കൂടാരം അടിക്കുവാൻ കഴിയുള്ളൂ. അവിടെ മാത്രമേ ദൈവ സാന്നിധ്യത്തിന് ഇറങ്ങി വരുവാൻ കഴിയുള്ളൂ. നമ്മുടെ അകത്തുള്ള ദുഷ്ടതകൾ, അവിശ്വാസത്തിൻ്റെ തലങ്ങൾ, ഒരുപക്ഷെ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലുള്ള മറുപടി ലഭിച്ചില്ലെന്ന് വരും. ഒരുപക്ഷെ നാം പ്രതീക്ഷിച്ചതിന് അപ്പുറമായിട്ടുള്ള നന്മകളല്ല, തിന്മകളായിരിക്കാം അനുഭവിക്കുന്നത്. എന്തെങ്കിലും തലത്തിൽ നാം കടന്നു പോകുന്ന പാതകളിൽ ചലഞ്ചസ് ഉണ്ടായെന്ന് വരാം. ഇതെല്ലാം നമ്മുടെ വിശ്വാസത്തെ
ചലഞ്ച് ചെയ്യുന്നതാണ്. കർത്താവ് പറയുന്നുണ്ട്, മനുഷ്യപുത്രന്റെ നാളിൽ ഭൂമിയിൽ എന്ത് കാണുമോന്നാ? വിശ്വാസം കണ്ടെത്തുമോ? കർത്താവ് തന്നെ ചോദിക്കുകയാണ്, കണ്ടെത്തുമോ? അതുപോലെ ടഫാണ്. എൻഡ് ടൈംസിലോട്ട് വരും തോറും ഫെയ്ത്തിൻ്റെ നീഡ് റെലവൻസും കുറഞ്ഞു വരും. ഒരു തലവേദന ഉണ്ടായാൽ പെട്ടെന്ന് ക്രോസിനുണ്ട്, പാരസിറ്റമോളുണ്ട്. ഹല്ലേലൂയ. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാളും അതിൻ്റെ റീസൺ കണ്ടുപിടിക്കുന്നതിനും അപ്പുറം മുമ്പ് ഞാൻ ക്രോസ് എടുക്കരുതെന്നോ പാരസിറ്റമോൾ എടുക്കരുതെന്നോ അല്ല പറഞ്ഞത്. നാം ദൈവത്തിലുള്ള ആശ്രയം കൂട്ടണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. പെട്ടെന്ന് ആദ്യം ചിന്തിക്കുന്ന ഡോക്ടറെ ആകരുത്, ആദ്യം കർത്താവിൻ്റെ അടുക്കൽ പോകാനിടയാകണം. നമ്മുടെ അകത്തും ദുഷ്ടതയെ നീക്കണം. കർത്താവുള്ള ആശ്രയം കുറയുന്ന ഏത് കാര്യവും, കർത്താവുള്ള വിശ്വാസം നമ്മളിൽ നിന്ന് ചോർത്തിക്കളയുന്ന കാര്യങ്ങളെ, അങ്ങനെയുള്ള സംഭാഷണങ്ങളുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കണക്ഷൻസ് ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ചിന്തകളുണ്ടെങ്കിൽ, ആ വിശ്വാസമുള്ള സകല ദുഷ്ടതയും നമ്മിൽ നിന്ന് നീക്കിക്കളയുവാൻ എന്തിനു വേണ്ടി? എനിക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം വേണം. അവൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. എല്ലാ ചതിവും ഒരുപക്ഷെ നമ്മൾ വേറെ ആരെയും ചതിക്കുന്നില്ലായിരിക്കും. ഏറ്റവും വലിയ ബൈബിൾ പറയുന്ന ചതിവിനെ കുറിച്ച് പറയുന്നത് ആത്മവഞ്ചന എന്നുള്ള പാപമാണ്. സ്വയം നമ്മെ തന്നെ വഞ്ചിക്കുന്നത്, സ്വയം നമ്മെ തന്നെ ചതിക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ ഒരു കാര്യം വിശ്വസിക്കുകയാണ്, ഞാൻ ഇട്ടിരിക്കുന്ന ഉടുപ്പ് കറുത്ത ഷർട്ടാണെന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുകയാണെന്നിരിക്കട്ടെ. നിങ്ങളെല്ലാവരോടും വന്ന് എന്നോട് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുക ഇത് കറുപ്പാണെന്ന്. എൻ്റെ വിശ്വാസം, ഞാൻ അതനുസരിച്ച് അങ്ങ് ചിന്തിക്കുകയും അതനുസരിച്ച് ഞാനങ്ങ് നീങ്ങുകയും ചെയ്യുകയാണ്. എന്നെ കൺവിൻസ് ചെയ്യാൻ ആർക്കും പറ്റത്തില്ല, കാരണം ഞാനത് വിശ്വസിച്ചിരിക്കുകയാണ്. ഇതുപോലാണ് പല കാര്യങ്ങളിലും നാം നമ്മെ തന്നെ ചതിക്കുന്നത്, നമ്മെ തന്നെ പറ്റിക്കുന്നത്, നമ്മെ തന്നെ വഞ്ചിക്കുന്നത്. ഹല്ലേലൂയ. മറ്റുള്ളവരെ പറ്റിക്കാൻ ചിലപ്പോൾ ഒരുപക്ഷെ ഇച്ചിരൂടെ എളുപ്പമായിരിക്കാം. പക്ഷെ നമ്മെ തന്നെ പറ്റിച്ചാലോ, നമുക്ക് തന്നെ അതിൻ്റെ സത്യം കാണാൻ കഴിയാതിരുന്നാലോ, നാം വിശ്വസിക്കുന്നതിനകത്തുള്ള പാളിച്ചകൾ നമുക്ക് തന്നെ കാണാൻ കഴിയാതിരുന്നാലോ? ഒരു കാര്യം ഞാൻ പറയാം, ആർക്കും പറ്റിക്കാൻ കഴിയാത്ത ഒരാളുണ്ട്. അവൻ്റെ അഗ്നിമയമായ കണ്ണുകൾക്ക് മുമ്പിൽ സകലവും നഗ്നതും മലർന്നതുമായി കിടക്കുന്നു. അവൻ ഇന്ന് നമ്മെ നോക്കുമ്പോൾ, ഹല്ലേലൂയ, ഭൂമിയിലൊക്കെ ഊടാടിക്കൊണ്ടിരിക്കുന്ന അവൻ്റെ കണ്ണ് നമ്മുടെ മേൽ പതിയുമ്പോൾ, ഹല്ലേലൂയ, എന്താണ് അവന് കാണുവാൻ കഴിയുന്നത്? അതെ, അവൻ നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന പറഞ്ഞു തരട്ടെ. നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് പോകേണ്ടുന്ന വഴി നമുക്ക് കാണിച്ചു തരട്ടെ. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ അവൻ്റെ ആ വഴി ചൂളതായി തോന്നും. ബൈബിൾ പറയുന്നു അതിൻ്റെ എൻഡ് എന്താണ്, അതിൻ്റെ അന്ത്യം എന്താണ്? അത് ഡെത്താണ്, അത് മരണമാണ്, മരണത്തിലേക്കുള്ള വഴിയാണ്. ചൂള്ളതായിട്ട് തോന്നി നടക്കുകയാണ്. ഇതാണ് ഡിസെപ്ഷൻ്റെ പവർ. നാം തന്നെ ചിന്തിക്കും, ചൂള്ള പാതയിലാണ് ഞാൻ പോകുന്നത്, ബാക്കി എല്ലാവരുമാണ് റോങ് വേയിൽ കൂടെ പോകുന്നത്, ഞാൻ ചുവള്ള പാതയിൽ കൂടെ പോകുന്നു. പക്ഷെ എൻ്റെ എന്താണ്? ഒരു വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ടാണ് തിരിച്ചറിയുന്നത്. എന്താണ് സഹോദര നിൻ്റെ ഫലം? എന്താണ് സഹോദരി നിൻ്റെ ഫലം? ആത്മാവിൻ്റെ ഫലമാണോ നീ പുറപ്പെടുവിക്കുന്നത്? മാനസാന്തരത്തിന് തക്ക ഫലമാണോ നീ പുറപ്പെടുവിക്കുന്നത്? നിൻ്റെ ഫലം നോക്കി നീ നിന്നെ തന്നെ വിധിക്കുക. ഹല്ലേലൂയ. സകല ദുഷ്ടത, എല്ലാ ചതിവും, വ്യാജഭാവം നമുക്കില്ല. വ്യാജഭാവം നമുക്കില്ലെന്നുള്ള വ്യാജഭാവം മാത്രമേ നമുക്കുള്ളൂ. വ്യാജഭാവം മാറ്റിക്കളയണം. ഹല്ലേലൂയ. അസൂയ, കഷണ്ടിക്ക് മരുന്ന് കണ്ടുപിടിച്ചു, അസൂയക്ക് ഇപ്പോഴുമില്ല. എല്ലാം നുണയും. ഹല്ലേലൂയ. നുണ പറയുന്നത് നിർത്തുക. ഹല്ലേലൂയ. ഇവിടെ ഉള്ളവരെ കുറിച്ചല്ല പറഞ്ഞു, ഓൺലൈനിൽ കൂടെ കേൾക്കുന്നവരെ കുറിച്ചാണ് കേട്ടോ. നിങ്ങളാരും വിഷമിക്കണ്ട. ഹല്ലേലൂയ. സകല ദുഷ്ടതയും, എല്ലാ ചതിവും, വ്യാജഭാവം, അസൂയയും, നുണയും എല്ലാം ദൈവത്തിന് പറയാൻ നീക്കിക്കളയാൻ. എന്തിനു വേണ്ടിയാണ്? ഐ വാണ്ട് ദ പ്രസൻസ് ഓഫ് ഗാഡ്. എനിക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം വേണം. എനിക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ എൻഡ് ടൈംസ്, അന്ത്യകാലത്ത് ഈ ഭൂമിയിൽ വിശ്വസ്ത സാക്ഷിയായി നിൽക്കുവാൻ എനിക്ക് കഴിയണമെങ്കിൽ യെബൂസ്യ പാപങ്ങൾ കൊണ്ട് പറ്റത്തില്ല. ഇതറിയാതെ ക്രീപ്പിൻ ചെയ്യും. അതിനെ പിടിച്ചെടുത്താൽ മാത്രമേ ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ എനിക്ക് പണിയുവാൻ കഴിയൂ. അവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങി വരൂ. അതേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ ചടങ്ങുകളോ
തുടർച്ചയായി നടത്തി വരുന്ന പ്രോഗ്രാമുകളോ റെപ്പറ്റീവായി നടക്കുന്ന ഇവൻസോ ഒന്നുമല്ല. ദൈവത്തിൻ്റെ പ്ലാനിൽപ്പെട്ട, ദൈവത്തിൻ്റെ പ്രയോറിറ്റിയിൽപ്പെട്ട കാര്യം അവൻ ആഗ്രഹിക്കുന്നത് ദാവീദിൻ്റെ വീണുപോയ കൂടാരം പണിയപ്പെടണമെന്നുള്ളതാണ്. ശലോമോന്റെ ദേവാലയത്തിലെ ഭംഗിയേക്കാളും അവിടെ നടക്കുന്ന പുരോഹിതന്മാർ നടത്തുന്ന യാഗത്തെക്കാളും അവിടെ നടക്കുന്ന ധൂപപീഠത്തെക്കാളും, അതെ, സെരുബാബേലിന്റെ ദേവാലയത്തിലുള്ള കാഴ്ചയപ്പതിന മേശയെക്കാളും ഹെരോദാവിൻ്റെ ഹെരോദാവ് പണിത ദേവാലയത്തിലുള്ള അവിടെയുള്ള നടക്കുന്ന പ്രവൃത്തികളെക്കാളെല്ലാം ഉപരിയായി അതിനെല്ലാം മുകളിൽ ഹെരോദാവ് പണിത ദേവാലയത്തിനകത്ത് ഇങ്ങനെ ഒരു കാര്യമേ ഇല്ലായിരുന്നു. അവിടെ ആർക്ക് ഓഫ് ദ കവനന്റ് അതിനു മുമ്പേ പിടിക്കപ്പെട്ടു. അതിനു മുമ്പ് അത് എവിടെയാണെന്ന് അറിയത്തില്ല. യെരമ്യാവ് അതെടുത്ത് എവിടെയോ ഗുഹയിൽ ഒളിപ്പിച്ചു വെച്ചു എന്നൊക്കെയാണ് യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ പറയുന്നത്. ഹല്ലേലൂയ. ഹെരോദാവ് പണിത ആ ടെമ്പിളിൻ്റെ വെളിയിലൂടെ ഒരാൾ നടക്കുന്നുണ്ട്. ആരാണ്? ആ ടെമ്പിളിൻ്റെ അകത്ത് ഷെക്കൈന ഗ്ലോറിയായി നിന്നവൻ. അവൻ അതിലൂടെ ഒക്കെ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് എവിടെയാണ് നിൽക്കുന്നതെന്നറിയാമോ? അവൻ എവിടെയാണെന്ന് നാം തിരിച്ചറിയണം. ലവോദിക്ക സഭയോട് പറയുന്നത് എന്താണ്? ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. സഭയ്ക്കകത്തല്ല, എവിടെയാണ്? ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ, ആരെങ്കിലും, ഇറ്റ് ഡസൻറ്റ് മാറ്റർ, ആരെങ്കിലും, അത് പാസ്റ്ററോ അല്ലെങ്കിൽ ഇന്നാരോ ഒന്നുമില്ല, ആരെങ്കിലും, ഹല്ലേലൂയ, എനിക്ക് ദൈവസാന്നിധ്യം വേണം. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ, വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ഒരു വലിയ വാഞ്ച ഈ ദിവസങ്ങളുണ്ടാകണം. എന്തിനു വേണ്ടി? എനിക്ക് ദൈവ വചനം കേൾക്കണം. എങ്ങനത്തെ വാഞ്ചയാണ്? രക്ഷിക്കപ്പെട്ടു വന്ന സമയത്ത് എങ്ങനെയായിരുന്നു വാഞ്ച ഉണ്ടായിരുന്നത് ഓർക്കുന്നുണ്ടോ? ഈ സകല ദുഷ്ടതയും ചതിവും വ്യാജഭാവവും ഒക്കെ വന്ന് അലട്ടുന്നതിന് മുമ്പ്, അസൂയയും നുണയും ഒക്കെ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരാഗ്രഹം, കർത്താവേ, എനിക്ക് ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ വചനത്തിന് വേണ്ടി ഒരാഗ്രഹം വേണം. എന്തുകൊണ്ടാണ്? വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. എനിക്ക് വചനം കേൾക്കണം. എനിക്ക് വചനം കേട്ട് എന്നിൽ വിശ്വാസം വർദ്ധിക്കുവാൻ ഇടയാകണം. എനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരുമായിട്ട് നീ കമ്പയർ ചെയ്യേണ്ട കേട്ടോ. നിന്നെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യേണ്ട. ഒരുപക്ഷെ അസൂയയില്ലായിരിക്കും, എന്നാലും കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ടല്ലോ, അത് വേണ്ട. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ദൈവം നിനക്ക് വേണ്ടി ചില യുണീക്കായിട്ടുള്ള അത്ഭുതങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് മറ്റാർക്കും എടുക്കുവാൻ കഴിയത്തില്ല. അവൻ അവിടെ 120 പേരുടെ മേൽ, ഓരോരുത്തരുടെ മേലും പതിഞ്ഞു. ഓരോരുത്തർക്കുമുണ്ട്, എല്ലാവർക്കുമുണ്ട്. എത്ര പേരുണ്ടോ അത്രയും പേർക്ക് വേണ്ടി തന്നെ വിഭജിച്ച് നൽകുവാൻ ദൈവം വിശ്വസ്തനാണ്. 5 അപ്പവും 2 മീനും എടുത്തിട്ട് 5000 പേരെ പോഷിപ്പിച്ചു മാത്രമല്ല 12 കൊട്ട് നിറച്ചെടുക്കുവാനും അവന് കഴിവുണ്ട്. അവൻ അസാധ്യങ്ങളുടെ ദൈവമാണ്. എക്സീഡിംഗ്ലി അബണ്ടന്റ്ലി above all that we ask or think, ദൈവവചനം പറയുന്നു. നാം ചോദിച്ചതില്, നനച്ചതില് അത്യന്തപരമായി ഇന്ന് നീ ചോദിക്കുന്നതില്, ഇന്ന് നീ നനയ്ക്കുന്നതില് അത്യന്തപരമായി നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു വ്യാപാര ശക്തിയുണ്ട്. അത്യന്തപരമായി നിനക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുന്ന അത്യന്ത ശക്തി. ഊടാ റബല ദരഗ ഛാര ധീര ഘടക അംധാര ഘടകം ദലകം വരകം ജരകെ ദിഗരം ബാരക റൗഡ ദബര അരവാര ഘടകം ജരകം ദരകം ദരകെ റൗഡ അരവത്താര ധീര ഘടക ജഗല തേരെ ധീര ബടക ജഗല താര ഹാനം ബടകം ജരക ദരക. ഹല്ലേലൂയ. ഊടകരംബ പ്രബലം ബടക ജഗരന്താര ധീര ഘടക ജഗരന്താര ധാര പ്രബല ഊടകരംബ പ്രബലം ബടകം ജരകം ധാര ധീര ഘടക ജഗരൻ ധാര ധീര പടകെ ജരകം ധാര ധീര ബടക ജരകം ധാര ജൗഡ അന്തകരേദര ധീര റൗഡെ റബല ജരക അന്തകരേദര റൗഡ റബല പടകം ധാര ധീര പടക ജരകം ധാര ധീര ഘടക ജഗരൻ ധാര.
ഹല്ലേലൂയ. ഓ രാമ ശാഖാരാധന രാഘല. ഞാൻ ദർശനമുള്ള ഒരു സഭയിൽ ദൈവം ആക്കിയിരിക്കുന്നു. ദർശനമുള്ള ഒരു സഭയിൽ, ദർശനമില്ലാത്ത ജനം മര്യാദ കെട്ടിട്ട് നടക്കുന്നത്, ദർശനമുള്ളൊരു ദൈവം ആക്കിയിരിക്കുന്നുവെങ്കിൽ എനിക്ക് ദൈവ സാന്നിധ്യം വഹിക്കുന്നവരാകണം. എനിക്ക് ദൈവ സാന്നിധ്യം വഹിക്കുന്നവളാകണം. 4-ാം വാക്യത്തിൽ കാണുന്നു, മനുഷ്യർ തള്ളിയതെങ്കിലും. എപ്പോഴെങ്കിലും മനുഷ്യർ തള്ളിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും മനുഷ്യർ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? എപ്പോഴെങ്കിലും മനുഷ്യർ തള്ളിക്കളഞ്ഞ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നീ പ്രതീക്ഷയിൽ നിന്ന് നിന്നെ സഹായിക്കുമെന്ന് ഓർത്തവര്, നിന്നെ താങ്ങുമെന്ന് ഓർത്തവര്, നിന്നോട് കൂടെ നിൽക്കുമെന്ന് ഓർത്തവരൊക്കെ തള്ളിക്കളഞ്ഞ് നിനക്കെതിരെ പറയാൻ തുടങ്ങിയ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നിനക്കെതിരായി തിരഞ്ഞ സമയമുണ്ടോ? മനുഷ്യർ തള്ളിയതിനെ വാല്യൂ ചെയ്യുന്ന ഒരു ദൈവം. മനുഷ്യൻ എവിടെയെങ്കിലും റിജക്ഷൻ അനുഭവിച്ചിട്ടുണ്ടോ? റിജക്ഷന്റെ നടുവില് നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ആരുമില്ലാതെ ഇരിക്കുമ്പോൾ, നിന്നെ ചേർത്ത് പിടിക്കുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ, നിന്നെ താങ്ങുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ, നിന്നെ സപ്പോർട്ട് ചെയ്യുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ, നിനക്ക് അനുകൂലമായി വാതുറക്കുവാൻ ആളില്ലാതെ ഇരിക്കുമ്പോൾ, ദൈവസനെ ഞാൻ ദൂത് പറയട്ടെ, നിനക്ക് വേണ്ടി ചലിക്കുന്ന ഒരു കരമുണ്ട്, നിനക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു വായുണ്ട്. അവന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ഒരു പുണ്യ രക്തം. அந்த ரபல ஜரகன் தாரா தீர கடகன் ஜரகா ரபல உட ராபா 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 ரகராபா அம்ரபலார தீரகார தரகரா தரந்தலே தரவுடலா தரப்தரா தரக்கரே பிரவாரதா தாரகா உட ராபா ரம்பா ரபலா தரகதாரா. ഓ ഹല്ലേലൂയ. മനുഷ്യർ തള്ളിയതെങ്കിൽ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവും ജീവനുമുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് എൻ്റെ കർത്താവിനെ കുറിച്ചുകൂടെ പറയുകയാണ്. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവ ദൈവത്തിൻ്റെയും സാന്നിധ്യം ഇന്ന് ഈ പകലില് ഈ ഹോളിലുണ്ട്. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവ ദൈവത്തിൻ്റെയും സാന്നിധ്യം ഇവിടെ ഉണ്ട്. അവൻ പറയുന്നത്, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായ, ദൈവസന്നിധിയിൽ മാന്യമായ, ദൈവസന്നിധിയിൽ ജീവനുള്ള കല്ലായവൻ എൻ്റെ കർത്താവിനോട് അങ്ങനെ ചെയ്തെങ്കിൽ കർത്താവ് എന്നോടും നിന്നോടും അത് തന്നെ ചെയ്യുവാൻ പോവുകയാണ്. ദൈവ സാന്നിധ്യം നിനക്കുണ്ടെങ്കിൽ അവൻ നിന്നെ ശ്രേഷ്ഠനാക്കും. ദൈവ സാന്നിധ്യം നിനക്കുണ്ടെങ്കിൽ അവൻ നിന്നെ മാന്യനാക്കും. ദൈവ സാന്നിധ്യം നിനക്കുണ്ടെങ്കിൽ അവൻ നിന്നെ ജീവനുള്ളവനാക്കും. അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. God is building me. പറയാവോ, ദൈവം എന്നെ പണിയുന്നു, ദൈവം എന്നെ പണിയുന്നു, ദൈവം എന്നെ പണിയുന്നു, ദൈവം എന്നെ പണിയുന്നു. ദൈവസന്നിധിയിൽ എന്നെ അവൻ പണിതുകൊണ്ടിരിക്കുന്നു. എന്നെ പൊളിച്ചു കളയുന്നതല്ല. മനുഷ്യനൊരു പക്ഷെ പൊളിച്ചു കളയുവാൻ നോക്കുമായിരിക്കും, പിശാച് ഒരു പക്ഷെ തകർത്ത് കളയുവാൻ നോക്കുമായിരിക്കും, മുടിച്ചു കളയാൻ നോക്കുന്നുണ്ടായിരിക്കും. എന്നാൽ അതിൻ്റെ നടുവിൽ എന്നെ പണിയുന്ന ഒരു ദൈവം, എന്നെ പണിയുന്ന, എന്നെ നിർത്തുന്ന, എന്നെ നിലനിർത്തുന്ന ഒരു ദൈവം. ഉടകമൻ അന്തർജനക റബല, എന്നെ തകർത്ത് കളയാൻ നോക്കുന്ന ദുഷ്ട വ്യാപാരങ്ങളുടെ നടുവില് എന്നെ നിലനിർത്തിയിരിക്കുന്ന ഒരു ദൈവം. നിന്റെ ശുശ്രൂഷയെ ദൈവം മാറ്റുവാൻ പോകുന്നു. നീ യോഗങ്ങളില് ദൈവം പുതുക്കം തരുന്നു. ഡാലാകാരാധന ശ്രേഷ്ഠവും മാന്യവുമായി നീക്കുന്നു. കഴിഞ്ഞ ആഴ്ച പത്രോസ് പറഞ്ഞ റെവലേഷനെ കുറിച്ച് നാം പഠിച്ചു. അതെ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ബരയോനായ ശിമോനെ, ജഡരക്തങ്ങൾ അല്ല നിനക്ക് ഈ ആലോചന തന്നെ, മറിച്ച് സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഒത്തിരി ആളുകൾ കൺഫ്യൂസ്ഡ് ആണ്. ഈ പാറ എന്ന് പറഞ്ഞാൽ ഏതാണ്? പലരും അതിനെ ക്ലെയിം ചെയ്യുന്നത് പത്രോസിനെ കുറിച്ചാണ് പറഞ്ഞതെന്നാണ്. എന്നാൽ പത്രോസ് തന്നെ ഇവിടെ പറയുകയാണ്,
അവിടെ പറഞ്ഞിരിക്കുന്ന പാറ ഏതാണെന്ന് പത്രോസ് തന്നെ ഇവിടെ പറയുന്നു. ഇത് ഞാനല്ല, ഇത് പത്രോസ് അല്ല, മറ്റൊരു മനുഷ്യനുമല്ല, ഒരുവൻ മാത്രമാണ് ജീവനുള്ള കല്ലായി കിടക്കുന്നത്. അവൻ്റെ അടുക്കൽ വന്നാൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ കഴിയൂ. അത് പത്രോസിൻ്റെ അടുത്തല്ല, അത് പൗലോസിൻ്റെ അടുത്തല്ല, ഏതെങ്കിലും പുണ്യവാളന്മാരുടെ അടുത്തല്ല, മാതാവിൻ്റെ അടുത്തല്ല. അത് വരുവാൻ കഴിയുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. അതെൻ്റെ യേശു ക്രിസ്തുവാണ്. അവനാണ് എന്നെ ആത്മീയഗ്രഹമായി പണിയുന്നത്. ഞാൻ ശ്രേഷ്ഠവും മാന്യമായ മൂലക്കല്ല് സിയോനിൽ ഇടുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നു. ഇന്ന് രാവിലെ സമയം ഈ ഒരു ദൂതോടെ പറഞ്ഞ് എൻ്റെ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ, നല്ല പ്രവൃത്തി. എത്ര പേർക്ക് ഉറപ്പുണ്ട് കർത്താവ് എന്നിലൊരു നല്ല പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടെന്ന്? നല്ല പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് ആരംഭിച്ച നല്ല പ്രവൃത്തി ഉണ്ടെങ്കിൽ ക്രിസ്തുയേശുവിന് നാളോളം അവൻ അതിനെ തികയ്ക്കും. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിലിടുന്നു. എവിടെയാണ് ഇടുന്നത്? സിയോനിൽ. മോറിയമലയിലല്ല ഇട്ടിരിക്കുന്നത്, മറിച്ച് എവിടെയാണ്? ദാവീദിൻ്റെ വീണുപോയ കൂടാരം നിന്നിരുന്ന സ്ഥലത്ത് സിയോനിൽ ഇട്ടിരിക്കുകയാണ്. നീ സിയോൻ സഞ്ചാരിയാണ്, നീ സിയോനെ നോക്കി യാത്ര ചെയ്യുന്നവരാണ്. ഉയരത്തിൽ നിന്നുള്ള യെരുസലേം എന്ന സിയോൻ ആണ് നിൻ്റെ മാതാവ്. സിയോനിൽ അവൻ ഇട്ടിരിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. ഇന്നൊരു കാര്യം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്യാരണ്ടി ആയിട്ട് പറയട്ടെ, നിൻ്റെ മുഖം കുനിഞ്ഞു പോകുവാൻ, നിൻ്റെ മുഖം ലജ്ജിച്ചു പോകുവാൻ, നിൻ്റെ തല താഴ്ന്നു പോകുവാൻ അവൻ സമ്മതിക്കയില്ല, സമ്മതിക്കയില്ല, സമ്മതിക്കയില്ല. മറ്റുള്ളവർ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴാണ് ഇവൻ്റെ മുഖം ഇടിഞ്ഞു പോകുന്നത്, എപ്പോഴാണ് ഇവൻ്റെ തല കുനിഞ്ഞു പോകുന്നത്, എപ്പോഴാണ് ഇവളുടെ കാര്യത്തിൽ നീക്കുപോക്കില്ലാതെ നാണം കെട്ട് പോകുന്നത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവവചനം ആധികാരികമായി പറയുന്നു, നീ ലജ്ജിച്ചു പോകുവാൻ അവൻ സമ്മതിക്കയില്ല, നീ ലജ്ജിച്ചു പോകുകയില്ല. എന്ത് തന്നെ നിനക്കെതിരെ വന്നാലും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, നീ അവനിൽ വിശ്വസിക്കുന്നു എങ്കിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. നീ ലജ്ജിച്ച് തല താഴ്ത്തി പോകുവാൻ അവൻ സമ്മതിക്കയില്ല. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചകളും തടങ്കൽ പാറയുമായി തീർന്നിരിക്കുന്നു. അവർ വചനം അനുസരിക്കാകിയാൽ ഇടറിപ്പോകുന്നു, അതിനവരെ വെച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ. നീ ലജ്ജിച്ചു പോകത്തില്ല കേട്ടോ. ഇന്ന് നീ എന്ത് പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്നെങ്കിലും ഒരു കാര്യം നീ ഓർത്തോ, നീ അവനെ വിശ്വസിക്കുന്നെങ്കിൽ നീ ലജ്ജിച്ചു പോകത്തില്ല. ഏത് കാര്യത്തിൽ കൂടെ ഇന്ന് നീ കടന്നു പോകുന്നെങ്കിലും നീ ലജ്ജിച്ചു പോകാൻ അവൻ സമ്മതിക്കത്തില്ല. നിൻ്റെ തല താഴ്ത്താൻ അവൻ അനുവദിക്കത്തില്ല. എത്ര തന്നെ മനുഷ്യർ കൂട്ടുകെട്ടുണ്ടാക്കി നിനക്കെതിരെ പ്രവർത്തിച്ചാലും, എത്ര തന്നെ പിശാചുക്കൾ ഒരുമിച്ച് കൂടി ആലോചന കഴിച്ച് നിനക്കെതിരെ പോരാടുവാൻ വന്നാലും, എത്ര തന്നെ ലോകവും അതിൻ്റെ സകല സിസ്റ്റംസും നിനക്കെതിരെ, നിൻ്റെ തലമുറയ്ക്കെതിരെ, നിൻ്റെ ഉയർച്ചയ്ക്കെതിരെ, നിൻ്റെ ശുശ്രൂഷയ്ക്കെതിരെ പോരാടുവാൻ വന്നാലും, നിൻ്റെ മാതാപിതാക്കളെ തൊടുവാൻ, നിൻ്റെ സഹോദരങ്ങളെ തൊടുവാൻ, നിൻ്റെ കുടുംബത്തെ തൊടുവാൻ, നിൻ്റെ കുഞ്ഞുങ്ങളെ തൊടുവാൻ ദൈവം അനുവദിക്കത്തില്ല, ദൈവം സമ്മതിക്കത്തില്ല. നീ ലജ്ജിച്ചു പോകുവാൻ അവൻ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല. എത്ര ആളുകൾ അതിന് കൊട്ടേഷൻ എടുത്താലും, എത്ര പിശാചുക്കൾ അതിനു വേണ്ടി ഒരുമിച്ചാലും, ഒരു കാര്യം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ധൈര്യത്തോടെ പറയട്ടെ, നീ ലജ്ജിച്ചു പോകുകയില്ല, നീ ലജ്ജിച്ചു പോകുകയില്ല.
ഉടകരധാരകർ അന്ത പ്രബല ജരക അന്താര കടകൻ ജരകൻ ധരകം മടകെ ദിഗരെ ധരക അത്താര കടക ജഗല ധരക ജീരബലംബ പ്രബലെ ധരക ജഗരെ ധരക താരകർ അന്തേ അടവാര കടക ജഗലെ ജരകൻ ധാരകർ ഔടെ റബല അന്താര കടകൻ ജരകം ബരകം ധരക റബല ജരക അന്താര കടക ധരകെ ജഗര ധരക. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും കർത്താവിന് ആവശ്യമുണ്ട്. എല്ലാവരെയും കർത്താവിന് ആവശ്യമുണ്ട്. ഒരാളെ പോലും തള്ളിക്കളഞ്ഞിട്ടില്ല. സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും നുണകളും ഇവിടെ നീങ്ങിപ്പോകട്ടെ. അതിന്റെ ബന്ധനങ്ങളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പൊട്ടിച്ചെറിയുന്നു. ഇത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വസിക്കേണ്ട, ദാവീദിന്റെ വീട് പോയ കൂടാരം പണിയപ്പെടേണ്ട, ദർശനത്തോടെ നിൽക്കുന്ന, ശത്രുവിനെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് പടപൊരുതി ജയിച്ചു നിൽക്കുന്ന ദൈവസഭയാണ്. ഞാൻ എന്റെ സഭയെ പണിയോ, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. നീ ലജ്ജിച്ചു പോകുവാൻ അവൻ സമ്മതിക്കയില്ല. ഞങ്ങളുടെ സംസാരത്തിനായി സ്തോത്രം. പിതാവേ നന്ദി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. നടുവിൽ വീണ്ടും അവിടുത്തെ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കണമേ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ലല്ലോ. നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുയേശുവിന് നാളോളം അതിനെ തേക്കാൻ വിശ്വാസം നിറഞ്ഞുകൊണ്ട് അവിടുത്തെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ, ഉറപ്പുള്ളവർ കുലുങ്ങാത്തവരുമായി അവിടുത്തെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരായി തീരുവാൻ, നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, യബൂസ്യ വ്യാപാരങ്ങൾക്ക് റൂം കൊടുക്കുന്നവരായിട്ടല്ല, മറിച്ച് ദാവീദിനെ വീണുപോയ കൂടാരം എനിക്ക് വേണം. ദൈവ സാന്നിധ്യം ഇവിടെ വേണം. സിയോനിൽ അവൻ എനിക്ക് ഓഹരി തരണം. സിയോനിൽ നിന്ന് രക്ഷ വരും. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും. അതുകൊണ്ട് സന്തോഷത്തോടെ ഞങ്ങൾ അടുത്തു വരുന്നു, ആനന്ദത്തോടെ ഞങ്ങൾ അടുത്തു വരുന്നു. അവിടെ ഞങ്ങളുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തിയിരിക്കാൻ നന്ദിയോടെ 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 എനിക്ക് സ്തോത്രം ചെയ്യുന്നു. സകല മാനവും മഹത്വസ്തുതിയും ആരാധന ദൈവനാമത്തിൽ അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇത്ര